സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഓൾറെഡി നമുക്കൊരു ഡിവിഷൻ മാച്ച് കളിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ ഓൾറെഡി 4-3-3 എടുത്ത് ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് ഈ ഒരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കളിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയുന്നുണ്ട് ഡിഫൻസും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് നെറ്റിൻ്റെ ഈ ലാഗും പാസ് ഡിലേക്ക് വരുന്നുണ്ട് ഷൂട്ടിങ്ങിനൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പറിനും കൂടി ഒന്ന് സെറ്റാക്കുക. മച്ചാമാരെ ഓൾറെഡി നമ്മൾ നമ്മുടെ മെയിൻ ചാനൽ റിയൽ സെഞ്ചുറിയിലാണ് നമ്മൾ ഡെയിലി ലൈവ് ഓൾറെഡി ഉണ്ടാവാറ്. അപ്പോൾ എന്തായാലും മച്ചാവരെ ഡെയിലി രാത്രിയാണെങ്കിൽ നമ്മൾ ഓൾറെഡി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ലൈവ് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എത്തും. അപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ മച്ചാവരെ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നിലവിൽ ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി രാവിലെ ആണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ലൈവ് കയറാറുണ്ട്. രാത്രിയാണെങ്കിൽ നമ്മൾ 8 മണിക്കൊക്കെയാണ് കയറാറ്. അപ്പോൾ വ്യാഴാഴ്ച എന്തായാലും നമ്മൾ ലൈവ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ്റെനൻസ് ലൈവ് മെയിൻ ചാനലിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡിവിഷൻ മാച്ചിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് ഇവിടെ വന്നിട്ടുണ്ട് മച്ചാമാരെ. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് ഉഷാറാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സെറ്റ് ആക്കണം. ഇനിയും വരും വീഡിയോകൾ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. അപ്പോൾ നമ്മുടെ നെയ്മർ ഉണ്ട്, 4-3-3 ആണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. നമ്മുടെ സൂര്യ, മെസ്സി, നമ്മുടെ സാബിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പോണ്ട്. നോക്കുകയാണെങ്കിൽ 4-3-3 ആണ്. നമ്മുടെ ബെക്കംബർ മാനേജറാണ്. സാബി ഉണ്ട്, ജെറാർഡ്, റൈഗാർഡ്, ഫെർഡിനാഡ്, ഓവൻ ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓപ്പോണന്റ് ഡിവിഷനില്. റൗള്, CF, അതായത് 2 CF SS CMF അല്ല 2 CMF നടുക്ക് DMF അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ നേരെ തിരിച്ചാണ്. അപ്പൊ എന്തായാലും വെച്ചാൽ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓൾറെഡി വേറൊരു കാര്യം മറന്നുപോയി, നമ്മുടെ വന്നിരിക്കുന്ന ഓപ്പോണന്റ് ഇന്ത്യന്റെ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും എങ്ങനെ ഉണ്ടാവും ഒരു മാച്ച് എന്ന്. അപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പോ കറന്റ് കളിക്കുന്ന ഡിവിഷനൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ മച്ചാമാരെ നമ്മുടെ നിലവിൽ ഇതാ അടുത്ത വേൾഡ് കപ്പ് വരാൻ പോവാണ് നമ്മുടെ ജൂണിൽ. അപ്പോൾ പല മാനേജേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാർഡ് ഏതായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നിലവിൽ നമ്മുടെ മാലിനി വന്നു, ഞാൻ അതിനകത്ത് കോയിനൊക്കെ സ്പിൻ ചെയ്ത് ഒന്നും കിട്ടിയില്ല. അപ്പൊ നിലവിൽ ഡ്രോപ്പ് പെയിന്റ് പാക്കൊക്കെ കിട്ടിയതിന്റെ കമന്റ് ചെയ്യാം മച്ചാമാരെ. അപ്പൊ ഫസ്റ്റ് വെച്ച് നമ്മുടെ ഓപ്പൺ ഡേയിലാണ് റൈഗാർഡ് ടു നമ്മുടെ ബോട്ട്മാൻ, പിന്നെ സിൽവസ്റ്റർ കാർഡ് അത്യാവശ്യം നല്ല കാർഡാണ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. സാബി, ഞാൻ പിന്നെ നമ്മുടെ റോബർട്ടോ കാർലസിനോട് ഇറക്കുന്നത്. മെസ്സി ഒരു ചാൻസ് കിട്ടി. സുവാരസ്, എടാ ഫെർഡിനാഡ് എടുത്തു മച്ചാവരെ. റൈഗാർഡ്, ജെറാർഡ്, മെസ്സി, സൂര്യ, നെയ്മർ അടിച്ചോ. ഗൈസ്, കറക്റ്റ് ഒരു ഗോൾ കയറിയിട്ട് നമ്മൾ 6-ാം മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചിട്ട് നമ്മുടെ നെയ്മറിനെ വെച്ചിട്ട് ഞാൻ ഏറ്റവും മേളിലേക്ക് ടോപ്പിൽ വെച്ചേക്ക് ഗൈസ് നെയ്മറിനെ. ഡെർക്ക്, റൈഗാർഡ് ഗൈസ്. ഇപ്പൊ മിക്ക ഇതിൽ വരുന്ന സമയത്ത് നമ്മുടെ CFനെ ചെക്കന്മാർ ടൈറ്റ് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടൂല, അതാണ് ഒരു പ്രശ്നം. സാബി, പിന്നെ പോരാതെ ഇത് നമ്മുടെ ഫെർഡിനാഡ് ഗോൾ ആയതുകൊണ്ട് അടിച്ചോ. അയ്യോ, കഫു വന്നെടുത്തു ഗൈസ്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ജെറാർഡ്, നെയ്മർ ഇവിടെ നിന്ന് അടിക്കാൻ പറ്റും നോക്കട്ടെ. സൂര്യ പോയില്ല. നെയ്മർ ടു നമ്മുടെ ജെറാർഡ്, സ്പോർട്ട്മാനിലേക്ക് പോയി. സാബി ഗൈസ്, നമുക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു എപ്പിക്ക് അടിച്ചായിരുന്നു. നമ്മുടെ ഈസ്റ്റേന്റെ കാർഡില്ലേ ഗൈസ്, അത് അടിച്ചായിരുന്നു. സൂര്യ, റൈഗാർഡ്, രണ്ടുപേരെ റൈഗാർഡിനോട്. റൈഗാർഡിന്റെ കാർഡ് അത്യാവശ്യം നല്ല കാർഡ് ഗൈസ്. നെയ്മർ, സുവാരസ്, റൈഗാർഡ്, റിയോ ഫെർഡിനാഡ്, ജെറാർഡ്, ഓവൻ ഗൈസ്. ഓൾറെഡി നമ്മുടെ ഓവൻ സൂപ്പർ സബ് ആണ്. പക്ഷെ നമ്മുടെ ഓപ്പോണന്റ് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിന് എനിക്ക് തോന്നുന്നു വല്ല ഹാളറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, ഷെവയുണ്ട് ഗൈസ്. മിക്കവാറും ഷെവയിട്ട് ഇറക്കാനുള്ള പരിപാടി ആയിരിക്കും. റൈഗാർഡ് ടു നമ്മുടെ ജെറാർഡ്, ഒരു പാസ്. സാബി അടിച്ചോ, ഓടിയൊന്നും ശരിയായില്ല. സിൽവസ്റ്റർ, ഓവൻ ടു നമ്മുടെ റൗൾ ടു കിടില് പാസ് ആട്ടോ ഓപ്പോണന്റ് കൊടുക്കുന്ന. ഓവൻ, കഫു, എടാ ഡെർക്ക്, കറക്റ്റ് നമ്മുടെ കാർലോസ് എത്തിയോണ്ട് എടാ റൗളിന്റെ തലയ്ക്ക് തന്നെ അടിച്ചു. റൈഗാർഡ്, കഫു, നമ്മുടെ ജെറാർഡ്, സാവി, റൗള്, എടാ ഓക്കെ. ബെക്കമ്മർ എടുത്തിട്ടുണ്ട്, നല്ല രീതിക്ക് എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. മെസ്സി, ഒരു ത്രൂ പാസ്. ജെറാർഡ് കൊടുത്തോ. റൈഗാർഡ്, സാബി, അടി 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 ഗൈസ്. ഇച്ചിരി കൂടിപ്പോയി അടിച്ചു. നോക്കട്ടെ ഗൈസ്, ഇവിടുന്ന് എനിക്കൊന്ന് കർവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എടാ ഗൈസ്, അത് കൈക്കാണോ തട്ടിയേ? കൈക്കായിരിക്കില്ല, എവിടെയെങ്കിലും തട്ടിയാൽ കോർണർ പോയിട്ടുണ്ട്. എടാ ഞാൻ പ്രതീക്ഷ ഇങ്ങോട്ട് ആയി വരുമെന്ന് ഗൈസ്. ഇവിടെ ഫ്രീ ഉണ്ടായിരുന്നു ഒരു പ്ലെയർ. പക്ഷേ നമുക്ക് മെസ്സിനെ കൊണ്ട് തന്നെ അടിപ്പിക്കാൻ നമ്മുടെ കോർണർ എന്തായാലും. ഓക്കെ, മെസ്സി, സൂര്യ വെച്ച് അടിക്കാൻ പറ്റില്ല. ഗോളി എടുത്തു ഗൈസ്. നമ്മുടെ ഓപ്പോണന്റെയും ഗോളി ഒന്നാട്ടോ ഒലിവർ. ഞാൻ ഇപ്പോഴാണ് അതിന് ശ്രദ്ധിക്കുന്നത്. ഓക്കെ
ഗൈസ് ഇടയ്ക്ക് നമ്മൾ ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ അടുത്ത ദിവസം ഇനി നമുക്ക് ചെയ്യണം. ടോറസിന്റെ ഒരു കാർഡില്ലേ, ആ കാർഡ് എനിക്ക് തോന്നുന്നു ഗൈസ് അത് അത്ര നല്ല കാർഡാണ്, മോശം കാർഡല്ല. അപ്പോൾ നിങ്ങൾ ഇറക്കിയവരുടെ കമന്റ്, അതായത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടോറസ് കാർഡ് കിട്ടി ഗൈസ്. അയ്യോ അടിച്ചോ, ഓ എന്തോ ഭാഗ്യത്തിന് റൗള് ഓഫ് സൈഡാ ഗൈസ്. ഞാൻ വിചാരിച്ചു അടിച്ചത് ഞാനാണെങ്കിൽ എനിക്കൊന്നും അറിയാണ്ട് ക്ലിയർ ഞെക്കി ഫൗള് ചെയ്തേനിപ്പോ. പെനാൽറ്റി വല്ലതും ആയിരുന്നെങ്കിൽ നല്ല രസമായേനെ ഗൈസ്. ഒരു ഗോളേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ലീഡ് പിടിക്കണം. കാരണം ഓപ്പോണന്റ് വന്ന് അല്ലെങ്കിൽ ഇവര് നെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മിക്ക മാച്ചും ഗൈസ് എനിക്ക് അങ്ങനെ പോകുന്നുണ്ട്. ചില മാച്ച് ഇന്നലെ ഡിവിഷൻ കളിച്ചപ്പോൾ നമ്മൾ 2-0 എഴുതിയ, പക്ഷെ ഒരു 70 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പോണന്റ് ഒരു കംബാക്ക് അടിച്ചു, അത് 3-2. അത് നെറ്റിലാകായിട്ട് കഴിച്ചു. അതാണ്, അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പോരാ തന്നെ ക്ലിയർ ചെയ്യാനും അത്ര പെട്ടെന്ന് കിട്ടിയില്ല. അങ്ങനെ നല്ലൊരിത്. ജെറാഡ് ബാക്കോട്ട് ആൾക്കാർ കുറഞ്ഞത്. ഓവൻ റൗഡ് കിട്ടിയ റോബർട്ടോ കാർലോസ് ഇടയിൽ റൗഡ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, പിന്നെ അതുപോലെ മച്ചാൻ നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ ആരും എടുക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യാം. എനിക്കൊന്ന് കുറെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കിമ്മിച്ചിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, സിൽവസ്റ്റർ ഇതേ പോളും. നമ്മുടെ ഷോട്ട് നമ്മളാണ് 2 എടുത്ത്. ഞാൻ നമ്മുടെ ഇനീഷ്യനെ ഇറക്കിയതിന് ശേഷം സൂര്യൻ ജസ്റ്റ് ഞാൻ എന്താ പറയുക ഗൈസ്, ചിലപ്പോൾ ഈ ടൈറ്റ് മാർക്കിങ് ചെയ്യുന്നതുകൊണ്ട് അത് മാറ്റിയിടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അങ്ങനെ ആക്കുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. എന്തായാലും സെക്കൻഡ് ഹാഫ് ഒരു ഗോൾ കൂടെ അടിക്കണമെന്നുണ്ട്. ഇനീസ്റ്റ ഒന്നല്ല, അതിൽ കൂടുതൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അടിക്കണം. കാരണം ഡിവിഷൻ പുഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് പുഷ് ചെയ്തെടുക്കാം. കഫു കിട്ടുന്ന ചാൻസ്, സാബി, സുര, ഇനീസ്റ്റ, ബോട്ട്മാൻ എടുത്തു. ജെറാഡ് മച്ചാവർ ഓൾറെഡി നമ്മുടെയിലും, അതായത് ഓപ്പോണന്റ് കയ്യിൽ ഇപ്പൊ വന്ന ജെറാഡ്, എൻ്റെ നമ്മുടെ പഴയ ജെറാഡുമാണ്. എടാ അവരെ നല്ല ഷോട്ടായിരുന്നു, പക്ഷെ ഇച്ചിരി പവർ പറഞ്ഞുകൊണ്ട് ഒലിവർഗാൻ എടുക്കാൻ സുഖമായി. നെയ്മർ, സാവി കിട്ടിയിട്ടുണ്ട് മച്ചാമാര്. സാബി അലോൺസോ അടിച്ചോ. ഇനിസ്റ്റ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുര അയ്യോ ബോട്ടുമേറ്റ് കാലിലേക്ക് പോയി. ജെറാഡ് ഹൈഗാർഡ് നമുക്ക് എടാ കിട്ടിയില്ല. ഓവൻ, റൗള്, ഡെർക്ക് ഇവര് 2 കോംബോ ആയതുകൊണ്ട് റൗള് ക്ലിയർ ചെയ്യണേ. ഇനിസ്റ്റ, സാബി അടി മെസ്സി, സുര, അതാ മെസ്സി. ഗൈസ് അവന്മാരെ അവിടെ ഫൗൾ ചെയ്ത് നല്ലൊരു ചാൻസ് ആയിരുന്നു. അതാ ഗൈസ്. അപ്പൊ റെഡ് കാർഡ് കിട്ടിയിട്ട് നമ്മുടെ ഓപ്പോണന്റ് ഏത് കാർഡിനെ കിട്ടിയത് നോട്ടെ. എനിക്ക് തോന്നുന്നു വെച്ചാൽ പോലെ ആരെ നമുക്ക് നോക്കിയപ്പോ ഗൈസ്. അപ്പൊ ഞാൻ ഓവൻ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ CB ഗൈസ്, ആ CB കാർഡില്ല യൂസ് ചെയ്ത് വേൾഡ് വൈഡ് കാർഡ് അതിന് കിട്ടിയിട്ടുണ്ട്, അല്ല യൂറോപ്യൻ കാർഡിന്. അപ്പം ഇനി റിയോ ഫെഡിനോട് വെച്ചായിരിക്കും പയ്യൻ എനിക്ക് തോന്നുന്നു ബാക്ക് നോക്കാൻ പോകണം. അപ്പം നെയ്മറിന് പകരമായിട്ട് നമുക്ക് പാർക്കിന് ഇറക്കാം. കാരണം നെയ്മറിന് ഇത് കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലെഫ്റ്റ് വിങ് ആക്കിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ഇറക്കിയിട്ടോ. ഞാൻ മെസ്സിയുടെ നോക്കുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു എനിക്കൊന്ന് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് എത്ര മിനിറ്റ് ആയി, 60 എത്തി കഴിച്ചു. അപ്പൊ നമുക്ക് മെസ്സിനെ മാറ്റി ഗ്രീസ്മാനെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓപ്പോണന്റ് ചൂസ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ നിലവിൽ കേസ് നമുക്കറിയാം ഇനിയിപ്പം എന്താ ചില ഫോർമേഷനൊക്കെ ഇതായിന്നൊക്കെ കേൾക്കുന്നുണ്ട്, നെർഫായിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം 4-2-2 അതോ കേസ് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കണം. ഞാൻ പിന്നെ ഇതിലേക്ക് തന്നെ ഉറപ്പിച്ചു വെച്ചു. പാർക്ക്, ഇനീസ്റ്റ, റൗള് കണ്ടോ. ഇതാണ് കേസ് ഈ പ്രശ്നം. ഇടയ്ക്ക് കണ്ടോ നമുക്ക് നല്ല നെറ്റ്വർക്കിന്റെ പവർ ഉണ്ട്, 4 ഇതുണ്ട്, സിഗ്നൽ ഉണ്ട് 4 പക്ഷെ എന്നിട്ടും ഈ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് കേസ് ഒന്നും കിട്ടാതെ. ഓക്കെ ഗിരീഷ്മാൻ കുറച്ചു നേരം നമുക്ക് വിട്ടിട്ട് കളിപ്പിക്കാം. സിൽവസ്റ്റർ ഇനി അടുത്തേക്കും കളിപ്പിക്കാൻ പറ്റും. ഒരു ക്ലോസ് കൊടുത്ത് അടിച്ചോ. പോസ്റ്റ് തട്ടിയടാ. അത് അല്ല നല്ലൊരു ഗോളാവണ്ടേ, എന്നാൽ അതൊരു ഗോളാവണ്ടേയാണ് കേസ്. റൈഗാർഡ്, സാവി, അയ്യോ ഇവന്റെ കാല് കെട്ടിയുണ്ട്, അല്ലെ അടിക്കായിരുന്നു. അച്ഛാമൻ ഇത് സത്യം എന്താ അറിയോ, നമ്മൾ പിടിക്കുന്നിടത്ത് നല്ലൊരു കേസ് ഇത് ഇടയ്ക്ക് പോകുന്നത്. ചില സമയത്ത് നല്ല രീതിക്ക് കിട്ടും നമുക്ക്, പാസ്സായാലും ഇതായാലും. ചില സമയത്ത് ഒന്നും കിട്ടില്ല. റൈഗാർഡിട്ട് നമ്മുടെ പാർക്ക് കിട്ടിയില്ല കേസ്. കഫു അടിച്ചു വിട്ടു. ഡെർക്ക്, റൗള്, കഫുയുടെ വേഗം ക്ലിയർ ചെയ്യണേ. ഓക്കെ കാർലോസ്, പിന്നെ റൈഗാർഡ്, ഇനീസ്റ്റ അടിച്ചോ. ഗ്രീസ്മാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഈ സിൽവസ്റ്റർ ഉണ്ടല്ലോ, എനിക്ക് തോന്നി ഇവൻ ഇവിടുന്ന് മാറുന്നില്ല. നോക്കിയോ പെട്ടെന്ന് ഇവൻ വരുവാ. നോക്കിയോ കേട്ടോ, നല്ല ഇത് കളിക്കുന്നുണ്ട്. എന്തായാലും നല്ല കാർഡാ ഗൈസ്. കിട്ടിയിട്ടുണ്ട് ചാൻസ്, നോക്കട്ടെ കിട്ടുമെന്ന്. ഗ്രീസ്മാൻ ഇല്ല. റൈഗാർഡും പിന്നെ ഇതിനെ മാത്രം മാറ്റിയത്, വേറെ വലിയ സീരിയസ് ആയത് കേട്ടോ. കിട്ടി, അവൻ അടിച്ചോ. എടോ മച്ചവനോട് 2 അടി അടിച്ചിട്ട് ഓഫ് സൈഡ് ആണ് കേസ്. 2 അടിയല്ല, 1 അടി ഓഫ് സൈഡും. ഒലിവർഗാൻ
എടാ അതെന്ത് പോക്കാ പോയ ഓവൻ ഓക്കെ എടുത്തോളി. എടാ അത് നമ്മൾ ഇച്ചിരി കൂടെ പവർ കൊടുത്താൽ മതിയായിരുന്നു. കഫ് കയറി കളിക്കണ്ടേ ഗ്രീസ്മാൻ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ടോ സാവി? എടാ ഇത് പണിയാവല്ലേ, ഇവന്മാരെങ്ങാനും ഇനി അവസാനം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കും ചെയ്യും, അതാണ് പ്രശ്നം. ഇല്ല ഗൈസ്, മേളിൽ കൂടെ എന്തോ ഭാഗ്യം കൊണ്ട് പോയി. വെക്കമ്പർ മാനേജർ ഇതാവുന്നുണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി നമ്മുടെ ഡെഷാംസ് മാനേജർ ആട്ടെ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പിന്നെ പണ്ടത്തെ ആ നമ്മുടെ ഫ്രാൻസ് മാനേജർ പിന്നെ മാറ്റിയില്ല, ഇടയ്ക്കൊന്ന് മാറ്റിയിരുന്നു, പിന്നെ ഞാൻ പുള്ളിയിലോട്ട് തന്നെ വന്നു ഗൈസ്. അപ്പം ചെക്കന്മാരൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, ഓവൻ തന്നെയാണ്. 84 മിനിറ്റ് ആയി. ലാസ്റ്റ് എങ്ങനെ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞാൽ പണിയാവും, കാരണം ഡ്രോ വീണ പിന്നെ പോയിന്റും കുറയും, ഇത് റാങ്കിൽ എത്തിക്കണ്ടേ. പിന്നെ ഇപ്രാവശ്യം RB കാർഡ് കഴിച്ച് നമ്മുടെ റിവാർഡ് ഉണ്ടല്ലോ, ഡിവിഷൻ റിവാർഡ്, അത്യാവശ്യം നല്ലതാണ് കേൾക്കേണ്ടത്. സ്റ്റാറ്റസ് ആയാലെല്ലാം ഈ കേസ് നമുക്ക് സെലക്ഷൻ കോൺട്രാക്റ്റില് എടുത്തിട്ട് വേണം സെറ്റ് ആക്കാൻ. കേസ് ഞാൻ ബില്ലിംഗത്തിന് ഇറക്കിട്ടോ, ഞാൻ പറയാൻ പറഞ്ഞു, ഈ ബില്ലിംഗത്തിന് ഇറക്കി AMF ആയിട്ട്. ഓക്കെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓവൻ എടാ ഈ റിയോ ഫെട്ടിനോട് കറക്റ്റ് ടൈമിൽ അവിടേക്ക് വന്നതുകൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഗോളായിരുന്നു. ഓവൻ അയ്യോ പിടി. ഓക്കെ ബെക്കമ്പർ അടിച്ചു കേട്ടോ. ഓക്കെ അത് കുഴപ്പമില്ല, കാരണം എന്താ പറയുക, അവിടെ ചെന്ന് കളിച്ചു കഴിഞ്ഞാൽ പണിയാവും. റൈഗാർഡ് കിട്ടിയില്ല. ഇനീസ്റ്റ സാവി എടേ ഓവൻ പറത്തി കളിക്കുന്നത് കളി കഴിഞ്ഞു കഴിച്ചു. അപ്പൊ മച്ചാമാരെ ഒരു ഗോളിന് ലീഡിന് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനകത്ത് ഗോൾ അടിച്ചത് നമ്മുടെ നെയ്മറായിരുന്നു. പിന്നെ ആ രണ്ടാമത്തെ ഗോള് ശരിക്കും പറഞ്ഞ പാർക്കിന്റെ ഹെഡ് അടിപൊളിയായിരുന്നു. 2 ഗോള് കയറേണ്ടിയിരുന്നു. 2 വയസ്സ് 2-2 ഷോട്ടൊക്കെ ആയാലും. അപ്പൊ മച്ചാമാർ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്തൊരു വീഡിയോയിലായിട്ടും നമ്മുടെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.